ഹായ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ അല്ലേ? അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ലെങ്തിൻ്റെ കേസ്, ട്രാൻസ്ഫർമേഷൻ ഓഫ് ലെങ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നു എസ് ആൻഡ് എസ് പ്രൈം എന്ന് പറയുന്ന രണ്ട് ഇനേഷ്യൽ ഫ്രെയിംസിലാണെങ്കിലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണെങ്കിലും അത് ഫ്രെയിമിനനുസരിച്ച് മാറുന്നില്ല, അത് ഇൻവേരിയൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് വെലോസിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ എസ് ഫ്രെയിം ആണിത്, ഇത് നമ്മുടെ എസ് പ്രൈം ഫ്രെയിം അല്ലേ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് നമ്മൾ ഇതിന്റെ കോർഡിനേറ്റ് എടുക്കുകയാണ്, പൊസിഷൻ കോർഡിനേറ്റ്സ് എടുക്കുകയാണ്. സോ എസ് എന്ന് പറയുന്ന ഫ്രെയിമിന് നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആറായിരിക്കും, വെക്ടർ ആറായിരിക്കും. അതേസമയത്ത് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം, അതായത് ഒ പ്രൈം എന്ന് പറയുന്ന ഒറിജിനെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ പ്രൈം ആയിരിക്കും അല്ലേ? ഓക്കെ. സോ നമ്മളിപ്പോൾ ഈ പറയുന്ന ഒബ്ജക്ട് പി എന്ന് പറയുന്ന ഒബ്ജക്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം ആൻഡ് എസ് പ്രൈം ആൻഡ് എസ് ഫ്രെയിം. ഓക്കെ. അതേപോലെ ഈ എസ് പ്രൈം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയം നമുക്കറിയാം ഈ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമും വെലോസിറ്റി വിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതേപോലെ ഈ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അത് സ്മോൾ വി ആയിട്ട്, കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഈ ക്യാപിറ്റൽ വി എന്ന് പറയുന്ന എസ് പ്രൈമിന്റെ വെലോസിറ്റി ആണ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഈ സ്മോൾ വി എന്ന് പറയുന്നത് പിന്റെ വെലോസിറ്റി ആണ് വിത്ത് റെസ്പെക്ട് ടു എസ്. ആൻഡ് വി പ്രൈം എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വെലോസിറ്റി ഓഫ് പി ആണ് വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം. സോ നമുക്കിവിടെ 3 വി വരും. ഒന്ന് വി, മറ്റൊന്ന് വി, അടുത്തത് വി പ്രൈം. സോ ഈ വി എന്ന് പറയുന്നത് എസ് പ്രൈമിന്റെ വെലോസിറ്റി ആണ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഈ വി എന്ന് പറയുന്നത് പിയുടെ വെലോസിറ്റി ആണ് വിത്ത് റെസ്പെക്ട് ടു എസ്. വി പ്രൈം എന്ന് പറയുന്നത് പിയുടെ വെലോസിറ്റി ആണ് വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് ആൻഡ് പൊസിഷനിൽ യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഗലീലിയൻ ട്രാൻസ്ഫർമേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. അവിടെ ചേഞ്ച് ഉണ്ടാവുന്നത് ഏതിന് മാത്രമാണ്? എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റിൽ മാത്രമാണ്, വൈയോ സെറ്റിലോ മാറ്റം ഉണ്ടാവുന്നില്ല. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു ടൈമിൽ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് എക്സ് ആക്സിലാണ്, നമുക്കതിനെ x1 എന്ന് വിളിക്കാം. പിന്നീട് അതിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്തായിരിക്കും? x2 ആയിട്ട് മാറും. വീണ്ടും അത് മൂവ് ചെയ്യും, x3 ആയിട്ട് മാറും. സോ ഈ പറയുന്ന x1, x2, x3 എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഓ പ്രൈം ആയിട്ടുള്ള ഒറിജിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ടി എന്ന് പറയുന്ന ടൈമിൽ അതിന്റെ x1 പ്രൈം ആണെങ്കിൽ പിന്നീട് x2 പ്രൈം ആയിട്ടും x3 പ്രൈം ആയിട്ടും മാറും, കാരണം ഈ പി എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. റൈറ്റ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിന്റെ വെലോസിറ്റി നമുക്കറിയാം എന്താണ്? ഈ വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് എസ് പ്രൈം മൂവ് ചെയ്യുന്നത്. ആ ടൈം ടി ആണ് കെ. അപ്പോൾ നമുക്ക് ഈ ഓ പ്രൈം എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം വി ടി ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ വെലോസിറ്റി, ഇതിന്റെ ഡയറക്ഷൻ വന്ന് ഈ ഡയറക്ഷനാണ്, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതാണ്, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതാണ്. സോ വെക്ടർ സമ്മേഷൻ റൂൾ പ്രകാരം ഇത് കോമൺ ആയിട്ട് ഈ ഡയറക്ഷനിൽ പോകുന്നു, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നു. സോ സമ്മേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഓ പ്രൈം പ്ലസ് ഓ പ്രൈം പി ഈക്വൽ ടു ഓ പി ആയിരിക്കും അല്ലേ? സോ നമുക്ക് ആ സമ്മേഷൻ റൂൾ അങ്ങനെയാണ് വരുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ പാർട്ടിക്കിന്റെ വെലോസിറ്റി സ്മോൾ വി എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? ഇതിന്റെ പൊസിഷൻ വെക്ടർ ആർ ആണ്. സോ ഈ പൊസിഷൻ വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് നമുക്ക് സ്മോൾ വി വെലോസിറ്റി കിട്ടുന്നത്. സോ അവിടെ വി സ്മോൾ വി, അതായത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ പി വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? dr/dt ആയിരിക്കും. അതേപോലെ വി പ്രൈം എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ പി വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? dr'/dt ആയിരിക്കും. സോ വി പ്രൈം സിക്കൽ ടു dr'/dt ആണ്, വി സിക്കൽ ടു dr/dt ആണ് സ്മോൾ വി. ഓക്കെ. അപ്പം ഇതേപോലെ നമുക്ക് ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു. നമുക്കറിയാം r പ്രൈം സിക്കൽ ടു r മൈനസ് വി ടി ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഈ വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് എസ് പ്രൈം ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം ആണ്, മാറരുത്. ഈ വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം ആണ്. ഈ വി പ്രൈം എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ഫ്രെയിം ആണ്. സോ ഇത് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നു, ഇവിടെ നമുക്ക് ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. സോ dr/dt കാണുന്നു, dr/dt കാണുന്നു, ഇവിടെ നമ്മൾ v dt ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഇക്വേഷനിൽ ലെഫ്റ്റും റൈറ്റും നമ്മൾ
ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? dr പ്രൈം ബൈ dt ഈക്വൽ ടു dr ബൈ dt മൈനസ് ഇവിടെ എന്താ വരിക? ഇതിനെ നമ്മൾ dvt ബൈ dt ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, സോ പുറത്തെടുക്കാം. dt ബൈ dt എന്നാണ് വരുന്നത്. dt ബൈ dt 1 ആണ്, സോ ഇതെന്തായി മാറും? v ആയിട്ട് മാറും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് v. ഓക്കെ, സോ dr പ്രൈം ബൈ dt ഈക്വൽ ടു dr ബൈ dt മൈനസ് v എന്ന് വരുന്നു. ഇവിടെ d പ്രൈം ബൈ dt എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. സോ ഇവിടെ നമുക്ക് v പ്രൈം എന്ന് എഴുതാം, ഈക്വൽ ടു ഇതെന്താണ്? ഇതാണ് dr ബൈ dt, അതിനെ നമുക്ക് v എന്ന് എഴുതാം, മൈനസ് ഇതെന്താണ്? ഈ v ആണ്, വെലോസിറ്റി ഓഫ് s പ്രൈം വിത്ത് റെസ്പെക്ട് ടു s. സോ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. So velocity of particle p with respect to s prime frame is equal to velocity of particle with respect to s frame minus velocity of s prime frame with respect to s ആണ് വരുന്നത്. ഇതേപോലെ നമുക്ക് v ആണെങ്കിലോ v is equal to v prime plus v ആയിട്ട് മാറും. ഇവിടെ എന്താണ് v എന്ന് പറയുന്നത്? ഇത് velocity of particle p with respect to s frame ആണ്. ഈ v prime എന്ന് പറയുന്നത് velocity of particle with respect to s prime frame ആണ്. ഇതെന്താണ്? വെലോസിറ്റി ഓഫ് s prime വിത്ത് റെസ്പെക്ട് ടു s prime ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്? v prime എന്ന് പറയുന്നത് v ക്ക് ഈക്വൽ അല്ല. അതായത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു s ഫ്രെയിമും വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു s prime ഫ്രെയിമും ഡിഫറെൻ്റ് ആണ്, അല്ലേ? പക്ഷേ ലെങ്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റിൻ്റെ കേസിൽ ഫ്രെയിം മാറുകയാണെങ്കിലും ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ രണ്ട് ഫ്രെയിമിലും അതിന് ലെങ്ത് കോൺസ്റ്റന്റ് ആയിരുന്നു, ഇൻവേരിയബിൾ ആയിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻവേരിയബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ വെലോസിറ്റിൻ്റെ കേസിൽ ഈ ഫ്രെയിം എസ് പ്രൈമും എസും രണ്ട് ഫ്രെയിമാണ്. അപ്പം ഈ മൂവ് ചെയ്യുന്ന പാർട്ടികളുടെ വെലോസിറ്റി രണ്ട് ഫ്രെയിമിലും വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നത്. സോ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്, അത് ഇൻവേരിയൻ്റ് അല്ല, വേരിയബിൾ ആണ്. സോ വെലോസിറ്റി ഈസ് വേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.